ക്യൂർ എവ്രിവൺ. സെൻട്രൽ നോർത്ത് ഐലൻഡിലെ ഏറ്റവും ഉയരം കൂടിയ മൗണ്ട് റുവപ്പേഹു ആണ് ഇന്നത്തെ നമ്മുടെ ടാർഗറ്റ്. സെൻട്രൽ നോർത്ത് ഐലൻഡിലെ ഒരു ആക്റ്റീവ് വോൾക്കേനോ ആണ് കേട്ടോ ഈ റുവപ്പേഹു. ഇതിലെ ഒരു സ്കീ ഫീൽഡ് ആണ് ടുറുവ. ഈ ടുറുവയിലാണ് നമ്മൾ ഇന്ന് യാത്ര പോകുന്നത്. സ്കീ ചെയ്യാനൊന്നും അല്ല കേട്ടോ, ജസ്റ്റ് ഒന്നൊന്ന് തണുപ്പ്, ഒന്ന് മഞ്ഞയ്ക്ക് ഒന്ന് കാണാം, പിന്നെ ഒന്ന് മഞ്ഞിനെ തൊടാം, അത്രേ ഉള്ളൂ. അതിന് ഫ്രീസർ തുറന്ന് നോക്കിയാൽ പോരെ എന്നുള്ള ചോദ്യത്തിന് ആൻസർ ഇല്ല. ഇനി നമ്മൾ ഈ പർവ്വതങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ മൗരി കൾച്ചറിൽ എല്ലാത്തിനും അതിന്റെ പുറകിൽ ഒരു വലിയ കഥയുണ്ട്. അതിന്റെ പുറകിൽ ഐതിഹ്യങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇതിന്റെ പുറകിലും ഉണ്ട് ഒന്ന്. റുവപ്പേഹു എന്ന് പറയുന്നത് നമ്മുടെ പാപ്പച്ചുവാനുക്കു, അതായത് എർത്ത് മദറിന്റെയും റാങ്ങിനോയി, അതായത് സ്കൈ ഫാദറിന്റെയും മക്കളിൽ ഒരാളാണ്. പക്ഷേ ഇതിന്റെ ലവ് സ്റ്റോറി വരുന്നത് ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറിയാണ്. ഇതിലെ മെയിൻ പാർട്ട് നമ്മുടെ റുവപ്പേഹു അല്ല. റുവപ്പേഹു ഒരു സാക്ഷിയായി എന്ന് മാത്രമേ ഉള്ളൂ. കഥ എന്ന് പറയുന്നത് മൗണ്ട് ടോങ്ങറീറോയുടെയും അതുപോലെ തന്നെ മൗണ്ട് ടാരനാക്കിയുടെയും ലവ് അഫെയർ ആണ്. ആരുമായിട്ടെന്ന് അറിയാമോ? മൗണ്ട് പിറങ്ങ എന്ന് പറയുന്ന ഒരു സുന്ദരിയായ ഒരു പർവ്വതത്തിന്റെ അടുത്ത്. എല്ലാ പ്രേമത്തിലും സംഭവിക്കുന്നത് പോലെ തന്നെ ഇവിടെയും സംഭവിച്ചു ഒരടി. മൗണ്ട് ടോങ്ങറയുടെയും മൗണ്ട് ടാരനാക്കിയും തമ്മിൽ മൗണ്ട് പിറാങ്ങയ്ക്ക് വേണ്ടിയിട്ട്, അതായത് സുന്ദരിയായ മൗണ്ട് പിറാങ്ങയ്ക്ക് വേണ്ടിയിട്ട് ആ ഫൈറ്റിൽ നമ്മുടെ മൗണ്ട് ടോങ്ങറീറോ വിന്ന് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് മൗണ്ട് ടോങ്ങറീറോയ്ക്ക് മൗണ്ട് പിറാങ്ങയെ കിട്ടുകയും ചെയ്തു. ഈ ഒരു ഫൈറ്റ് കാരണമാണ് അവിടുത്തെ പ്രകൃതിക്കുള്ള ഒരു മാറ്റം, അതായത് അവിടെ ഒരു ഭൂമി കുലുക്കുണ്ടാവുകയും അവിടുത്തെ ഭൂപ്രകൃതി തന്നെ മാറി എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ പ്രത്യാഘാതമായിട്ട് നമ്മുടെ മൗണ്ട് ടാരനാക്കിക്ക് ഇതിൻ്റെ സങ്കടം സഹിക്കാൻ വയ്യാതെ മൗണ്ട് ടാരനാക്കി വാങ്ങനൂയി എന്ന് പറയുന്ന റിവറിനെ 2 പാർട്ടാക്കിയിട്ട് വെസ്റ്റ് കോസ്റ്റിലേക്ക് മൂവ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇന്നും നമ്മുടെ മൗണ്ട് ടാരനാക്കി മൗണ്ട് ടാങ്ങറേറോയും മൗണ്ട് പിറാങ്ങയും നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. ഈ ഐതിഹ്യത്തിൽ നമ്മുടെ റുവപ്പേഹു ഒരു സാക്ഷിയാണ്. പിന്നെ റുവപ്പേഹുവിനും മൗണ്ട് പിറാങ്ങയുടെ അടുത്ത് ഇഷ്ടമുണ്ടോ എന്ന് നമുക്കറിയില്ല കേട്ടോ. അങ്ങനെ ഒരു പ്രണയകഥയിലെ സാക്ഷിയായ നമ്മുടെ സ്വന്തം റുവപ്പേഹിനോട് വിട പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഇനി അടുത്ത വിന്ററിൽ കാണാം.